പാലക്കാട് കൽപ്പാത്തിയിൽ ഇന്ന് ദേവരഥ സംഗമം. വൈകിട്ടോടെ വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിന് മുൻവശത്ത് ദേവരഥങ്ങൾ സംഗമിക്കുന്നതോടെ രഥോത്സവത്തിന് സമാപനമാകും. ദേവരഥ സംഗമത്തിന് സാക്ഷിയാകുവാൻ 10,000-കണക്കിന് ആളുകളാണ് കൽപ്പാത്തിയിൽ ഇന്ന് എത്തിച്ചേരുന്നത്. ഇക്ബാൽ അരക്കൽ നൽകും വിശദാംശങ്ങൾ. ഇക്ബാൽ, കഴിഞ്ഞ വർഷത്തെ തിരക്കൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ പൂർണ്ണമായും കൽപ്പാത്തി ഒരുങ്ങിക്കഴിഞ്ഞു. ആ ഫുൾ വൈബ് എത്തിയിട്ടുണ്ടോ കൽപ്പാത്തിയിൽ ഇപ്പോൾ? ആര്യ, പാർവതി, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് കൽപ്പാത്തിയിലെ ഈ വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിന് മുന്നിലാണ്. ഇവിടെ ഇപ്പോൾ തന്നെ നമുക്ക് ഈ തിരക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കും ഇനി ഈ വരുന്ന സമയങ്ങളിൽ എത്രത്തോളം ആളുകൾ ഇവിടേക്ക് ഒഴുകി എത്തും എന്നുള്ളത്. ഇപ്പോൾ സമയം രാവിലെ 6:40 ആയിട്ടുള്ളൂ. ഇനി വൈകിട്ട് ഏകദേശം 6:40 എല്ലാം ആവുന്ന സമയത്താണ് ഈ ദേവരഥ സംഗമം എന്ന് പറയുന്ന കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുന്നത്. ആ സമയമാകുമ്പോഴേക്കും കൽപ്പാത്തിയിൽ നിൽക്കാൻ സ്ഥലമുണ്ടാവില്ല. അത്ര അധികം ആളുകളായിരിക്കും കൽപ്പാത്തിയിലേക്ക് ഒഴുകിയെത്തുക. ഏതായാലും ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഇപ്പോൾ ഈ തേരെല്ലാം നിൽക്കുന്ന ഈ മേഖല ഇതിനെ തേരുമുട്ടി എന്നാണ് പറയുന്നത്. ഇവിടേക്കാണ് ഈ വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലെയും അതുപോലെ തന്നെ പഴയ കൽപ്പാത്തി ലക്ഷ്മീനാരായണ പെരുമാൾ ക്ഷേത്രത്തിലെയും ഈ ചാത്തപുരം പ്രസന്ന മഹാഗണപതി ക്ഷേത്രത്തിലെയും എല്ലാം രഥങ്ങൾ വരിക. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പുതിയ കൽപ്പാത്തി മന്ദക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ തേരാണ്. ഈ തേര് ഏതായാലും ഈ രഥസംഗമത്തിന് അല്പസമയം മുമ്പായി ഇവിടെ നിന്ന് പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും. ഏതായാലും ഇതിനോടകം തന്നെ നിരവധി ആളുകൾ ഇവിടേക്ക് ഒഴുകി എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഏതായാലും ഈ രഥോത്സവത്തിന്റെ ദേവരഥ സംഗമത്തിന്റെയും എല്ലാം പൂർണ്ണമായിട്ടുള്ള എല്ലാ കാഴ്ചകളും നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ഇവിടെ എവിടുന്നാ വരുന്നത്? തിരൂരിന്ന് രഥോത്സവം കാണാൻ വേണ്ടി വന്നതാണ്. ഇതിനു വേണ്ടി മാത്രം ഇതിന് മുമ്പ് വന്നിട്ടുണ്ടോ? ഞാൻ ഫസ്റ്റ് ടൈമാണ് രഥോത്സവം കാണാൻ ആദ്യമായിട്ട് വരും. വൈകിട്ടാണ് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ചടങ്ങ് എന്ന് പറയുന്നത്. കേട്ടറിഞ്ഞു വന്നതാണ് എല്ലാവരും. ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഇത് നിത്യം ഉള്ള കാഴ്ചയാണ്. എവിടുന്നാ ചേട്ടാ? എവിടുന്നാ വരുന്നത്? ടൗൺ തന്നെ, പാലക്കാട്. മുമ്പ് വന്നിട്ടുണ്ടോ? ഇവിടെ ഇഷ്ടം പോലെ പാലക്കാട്ടുകാരുടെ മുന്നോട്ട് സംഘടനയുടെ പ്രസിഡന്റാണ്, ജില്ലാ പ്രസിഡന്റാണ്. എല്ലാ വർഷവും വരാറുണ്ട്. പാലക്കാട്ടുകാരുടെ ഉത്സവമാണ്. അതെ. പാലക്കാട് മാത്രമല്ല, കേരളത്തിന് ദേശീയ ഉത്സവമല്ലേ ഇത്? പാലക്കാട് മാത്രമല്ലല്ലോ. കൽപ്പാത്തി പല തമിഴ്നാട്ടിൽ നിന്നും ആൾക്കാർ വരാറുണ്ട്. അവിടുത്തെ CIDs വരാറുണ്ട്. കുറെ ആൾക്കാർ വിദേശികൾ വന്നിട്ടുണ്ടല്ലോ. നിങ്ങൾ തന്നെ കവർ ചെയ്യുന്നത് എന്തുകൊണ്ടാ? ഗംഭീരമായതുകൊണ്ടല്ലേ? ഇത് ഗംഭീരമാക്കണം. അപ്പോൾ തീർച്ചയായും എന്തായാലും ഗംഭീരമാക്കണം എന്നുള്ളതാണ്. ഇനി അല്പസമയം കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ മുഴുവൻ വലിയ ജനത്തിരക്കാണ് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. ഏതായാലും ഇന്ന് 2 ക്ഷേത്രങ്ങളിലെ രഥാരോഹണവും രഥപ്രയാണവുമാണ് നടക്കുക. പഴയ കൽപ്പാത്തി ലക്ഷ്മീനാരായണ പെരുമാൾ ക്ഷേത്രത്തിലെയും അതുപോലെ തന്നെ ചാത്തപുരം പ്രസന്ന മഹാഗണപതി ക്ഷേത്രത്തിലെയും ഈ 2 ക്ഷേത്രങ്ങളിലെയും രഥാരോഹണം നടക്കുക ഏകദേശം രാവിലെ 10:30-നും 11:50-നും എല്ലാം ഇടയിലായാണ്. പിന്നീട് ഈ 2 ക്ഷേത്രങ്ങളിലെയും രഥപ്രയാണം ആരംഭിക്കുന്നത് വൈകിട്ട് 4-ന് ശേഷം മാത്രമാണ്. പിന്നീട് ആ ക്ഷേത്രങ്ങളിലെ രഥങ്ങളും അതുപോലെ തന്നെ വിശാലാക്ഷി വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലെ ഈ 3 രഥങ്ങളും കൂടി ഇവിടേക്ക് രഥപ്രയാണം നടന്ന് ഈ തേരുമുട്ടി എന്ന് പറയുന്ന ഈ മേഖലയിലേക്കാണ് എത്തുക. അതിനുശേഷം പിന്നീട് ത്രിസന്ധ്യയ്ക്കാണ് ഈ കൽപ്പാത്തി രഥോത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായിട്ടുള്ള ദേവരഥ സംഗമം നടക്കുക. ഏതായാലും ആ ദേവരഥ സംഗമം കാണാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നു. ആ ദേവരഥ സംഗമം ഇനി ഏതായാലും വൈകിട്ടാണ്. ആ വൈകിട്ട് ആവുമ്പോഴേക്കും ഇവിടെ മുഴുവനും തിരക്ക് ആയി മാറുകയും ചെയ്യും. ആര്യ, പാർവതി. ഇക്ബാൽ, ഇത് പാലക്കാടിന്റെ ഒരു ഉത്സവം മാത്രമല്ല, സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ എത്തുന്നുണ്ട്. ഇപ്പോൾ ഒന്ന് കൽപ്പാത്തി ഒന്ന് ചുറ്റി കാണണമെങ്കിൽ ഇപ്പോൾ തന്നെ എത്തണമെന്ന് തോന്നില്ല. ഇപ്പൊ തന്നെ ഇക്ബാലിന്റെ ഫ്രെയിമിൽ കാണാൻ അത്രയധികം തിരക്കുണ്ട്. ഒരു ഉച്ചയോടാകുമ്പോഴേക്കും അവിടെ സൂചി കുത്താനൊരു ഇടമില്ലാതെ മാറുമല്ലേ ഇക്ബാൽ? തീർച്ചയായും ആര്യ. അതായത് ഇപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു തിരക്ക് കണ്ടാൽ മനസ്സിലാവും. ഇപ്പോൾ തന്നെ ആയിരക്കണക്കിന് ആളുകൾ കൽപ്പാത്തിയിലേക്ക് എത്തിയിരുന്നു. ഇനി ഇവരെല്ലാം ഇവിടെ തന്നെ തുടരും. വൈകുന്നേരം ആകുമ്പോഴേക്കും പാലക്കാടിന്റെയും കേരളത്തിന്റെയും എല്ലാം പല ഭാഗങ്ങളിൽ നിന്നും പല ആളുകളും ഇവിടേക്ക് എത്തും. പിന്നീട് കൽപ്പാത്തിയിൽ ഞാനിപ്പോൾ എല്ലാം നിൽക്കുന്ന ഈ മേഖലയിലൊന്നും പിന്നെ നമുക്ക് നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറും. ഇവിടെ നമ്മൾ വലിയ രീതിയിൽ സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഇതൊരു വലിയ മഹോത്സവം തന്നെയാണ് പാലക്കാടുള്ളത്. അതുകൊണ്ട് കഴിഞ്ഞ തവണ ഒരു ഇലക്ഷന്റെ സമയത്തായിരുന്നല്ലോ, അപ്പോൾ അതിൽ കൂടുതൽ ആളുണ്ടാവും, ബഹളം ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഈ രഥം വലിച്ച് പോകുന്ന ആ കാഴ്ച കാണാൻ വേണ്ടിയുള്ള കാത്തിരിപ്പാണല്ലോ സ്വാഭാവികമായിട്ടും. ഇപ്പം മോർണിംഗ് ഷോയിലേക്ക് കടക്കുമ്പോൾ കുറച്ചുകൂടി ആര്യ ചോദിക്കുന്നത് ദേവരഥ സംഗമത്തിന്റെ ആ സമയത്ത് തിരക്കിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഇവ കഴിഞ്ഞ തവണ വന്നിട്ട് കണ്ടതാണ്, അനുഭവിച്ചാണ്, എങ്ങനെയുണ്ടാവും? അന്ന് ഞാൻ ഇവിടെ വന്ന് നിൽക്കാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് നിൽക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവില്ല, അത്ര കണ്ട ആളായിരിക്കും. പ്രത്യേകിച്ച് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇന്നിപ്പോൾ ഞായറാഴ്ച കൂടി ആയതുകൊണ്ട് നല്ല പോലെ ആളുണ്ടാവും. പല ദേശങ്ങളിൽ നിന്ന് എത്തിയ ആളുകളുണ്ടാവും. അവരൊക്കെ ഇത് കാണുന്നതിന് വേണ്ടി എത്തുന്നുണ്ട്. ഇപ്പോൾ ഭജൻ സംഘമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വെയിറ്റ് ചെയ്യാണ്. നല്ല ആ തിരക്ക് ഉഷാറാക്കണം, ഗംഭീരാക്കാം.
ഇതാണ് ആര്യ പാലക്കാട് കൽപ്പാത്തി എന്നുള്ള വൈബ് എന്ന് പറയുന്നത്. ഓക്കെ, എന്തായാലും രഥോത്സവത്തിന്റെ ഓരോ കാഴ്ചകളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ടീം റിപ്പോർട്ടും തയ്യാറാണ്. 7 മണി മുതൽ എന്തായാലും സമഗ്ര കവറേജിലേക്ക് കടക്കുക കൂടിയാണ്.